ഹലോ കൂട്ടുകാരെ, അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കടപ്പുറത്ത് പോയി മീൻ വാങ്ങിച്ചിട്ട് വന്നു. കൊഴിയാളി പാര മീനുമാണ്. വിഴിഞ്ഞം ഹാർബറിലാണ് പോയി വാങ്ങിയത്. അവിടെ നല്ല ലാഭത്തിൽ മീൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാൽ കപ്പ ഉണ്ടാക്കാം. അപ്പോൾ മരിച്ചീനി ആണെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ എളുപ്പമാണ്, എല്ലാവർക്കും പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് പിന്നെ ഈ വെന്ത ഒരുപാട് വേവൊന്നും ആയിട്ടില്ല ഇത്. പിന്നെ അതിന് ചതയ്ക്കാനുള്ള ആവശ്യമുള്ള കൊച്ചുള്ളിയും പച്ചമുളകും ഞാൻ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മിക്സിയിട്ട് അരയ്ക്കുന്നത്, കാരണം ചെറിയൊരു ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇഞ്ചിയൊക്കെ ചതയ്ക്കണം. പിന്നെ നമ്മുടെ ഇതിലോട്ട് ഇഞ്ചി ചതച്ചതും കൊച്ചുള്ളി ചതച്ചതും, പിന്നെ അതിലോട്ട് കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളക്. നമ്മുടെ എരി കൂടുതൽ വേണമെങ്കിൽ ഇനി ഇടാം. എന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ, ഇത് 1-ാം പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ തിരുവി 2 പാൽ, 1-ാം പാലും വേണം 2-ാം പാലും വേണം. അപ്പോൾ 1-ാം പാൽ, ചില ആൾക്കാർ 1 പാൽ മാത്രമേ ഒഴിക്കുകയുള്ളൂ. അതത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. 1-ാം പാൽ 2-ാം പാൽ ഒഴിച്ചാൽ അവനൊരു ഇതുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അതിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കണ്ടല്ലോ, നല്ല തിളച്ച് വരുന്നു. നല്ല തിളച്ച് പറ്റിയതിന് ശേഷം മാത്രമേ 2-ാം പാൽ ഒഴിക്കാവൂ. കണ്ടോ, 2-ാം പാലും കൂടെ ഒഴിക്കണം. അപ്പോൾ ഇതും കൂടെ കുറുകി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കാൻ വൈകിപ്പോയി. ഈ ഇടയ്ക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയത്. ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കടുക് വറുക്കാം അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. നമ്മൾ എണ്ണ ഒഴിച്ച് പിന്നെ കടുക് ഇട്ട് കൊച്ചുള്ളി കുനുകുന അരിഞ്ഞതും, പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഒരു 4 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് വറ്റൽമുളക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനെ വരണം ഇതിൽ നിന്ന്. പിന്നെ കറിവേപ്പിലയും ഇതും കൂടി ഇട്ട് നമുക്ക് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതിലോട്ടാക്കാം. സംഭവം അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ചൂടോടെ കഴിച്ചതിനേക്കാളും തണുത്ത് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത്. ചൂട് മീൻ തണുത്ത് പാൽക്കപ്പയും അടിപൊളി കോമ്പിനേഷനാണ്. കട്ടനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. പിന്നെ ഞാൻ അതിലോട്ട് ഞാൻ പുളിയും മുളകും കൂടെ ഞാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചുള്ളിയും ഉടങ്ങല്ലി മുളകാണ്. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണ്, ഉടങ്ങല്ലി എന്നാണോ പറയണേ? നമ്മുടെ ഇവിടെ ഉടങ്ങല്ലി എന്നാണ്. പിന്നെ ജീരകവും, പിന്നെ കുറച്ചുപ്പും, ഒരു ലേശം പുളിയും. ഇതിട്ട് നമുക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിട്ട് അരയ്ക്കാം. ചിലയിടത്ത് പാം ഓയിലൊക്കെ ഒഴിക്കും. അതൊന്നും അത്ര ടേസ്റ്റ് ഇല്ല. വെളിച്ചെണ്ണ തന്നെ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ മീൻ കറിക്കുള്ള മലക്കറിയൊക്കെ അരിയാണ്. വെജിറ്റബിൾസ്, തക്കാളിയും സവാളയാണ് ആവശ്യം, പിന്നെ പച്ചമുളക്. പിന്നെ മീൻ ചട്ടി തന്നെ വെക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല പുക വരുന്നുണ്ട്, ഞാൻ പേടിച്ച് കരിഞ്ഞു പോയിരുന്നു. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് ഉലുവപ്പൊടി ഇടണം, ഞാൻ ഉലുവ തന്നെ ആദ്യം ഇടണം. പൊടിയൊക്കെ നമുക്ക് പിന്നെ ഇടാം. ഉലുവയും ഇട്ട് പിന്നെ നമുക്ക് അതിലോട്ട് സവാള കൊത്തി അരിഞ്ഞത് 2 സവാള ഉണ്ട് കേട്ടോ. കാരണം കുറച്ച് കറി വേണ്ടേ, 2 പേർക്ക്, 2 പേരോ 4 പേരുണ്ട്. 2 നേരം കഴിയുമ്പോൾ പെട്ടെന്ന് തീരും. അവിടെ ഞാൻ കറി കുറച്ച് കൂടുതൽ വേണമെന്ന് 2 സവാള കൊത്തി അരിഞ്ഞ്, കൊച്ചു സവാള ഉണ്ട്. പിന്നെ 5-6 പച്ചമുളകുണ്ട്, ഒരു 6 പച്ചമുളക്. പിന്നെ ഇത് കുടംപുളിയാണ്. അത് വെള്ളത്തിട്ട് കുതിർത്ത് വയ്ക്കും. ചില ആൾക്കാർ നേരത്തെ ഇടും. എനിക്കൊന്ന് വെള്ളത്തിൽ കൂടെ കുതിർത്ത് വെച്ചത് ഇഷ്ടമുള്ളൂ. പിന്നെ 2 തക്കാളി അരിഞ്ഞതാണ്. അപ്പോൾ നല്ല പുളിപ്പ് വരും കേട്ടോ, തക്കാളിയും കുടംപുളിയും എല്ലാം വരും. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ കറിവേപ്പിലയൊക്കെ നല്ല ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്തെടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നല്ല മണം വരുന്നുണ്ട്. ഈ സവാളയൊക്കെ പൊരിഞ്ഞ് പറഞ്ഞ വേണം. ഇനി പൊടികൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പച്ചമുളകല്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താൽ മതി കേട്ടോ. കുടംപുളി ഉണ്ടോ, ഇങ്ങനെ ഇതുപോലെ ആയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് അതിലോട്ട് ഇടാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ മീനിന് ടേസ്റ്റേ കൂട്ടണത് ഈ കുടംപുളിയാണ്. കുടംപുളി ഉപ്പിലിട്ടെന്നൊക്കെ പറയും, കുടംപുളി മീൻ കറി. അപ്പോൾ കുടംപുളി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ കുടംപുളി എടുത്ത് മാറ്റാം. പിന്നെ കണ്ടോ ഉപ്പിട്ടാം. കാരണം ഞാൻ നേരത്തെ ഉപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ടി പിന്നെ ഞാൻ ഉപ്പിട്ടതാണ്. പിന്നെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത് കൊഴിയാള മീൻ, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, പച്ച മീനാണ് കേട്ടോ. അപ്പോൾ ഈ പച്ച മീനൊക്കെ കറി വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ ഐസിലിട്ട മീനിനേക്കാളും നല്ല കടപ്പുറം മീനൊക്കെ കിട്ടിയ നല്ല ടേസ്റ്റാണ്. ഞാൻ മീനിൻ്റെ ആളുണ്ട്. എനിക്കൊന്ന് മീൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ നാടൻ ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം. മീനില്ലാതെ എനിക്ക് ചോറിറങ്ങൂല ഗൈസ്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മരിച്ചിനി പാൽക്കപ്പയും നമ്മൾ കുടംപുളിയിട്ട പറ്റിച്ച മീൻ കറിയും, ഇതിൻ്റെ അരപ്പിനാണ് നല്ല സ്വാദ്. പിന്നെ പുളിമുളക് ഞവടിയതും എല്ലാം കൂടെ കൂട്ടി കഴിക്കണം. സ്വർഗ്ഗം. ഓ സ്വർഗ്ഗം മാമ, സ്വർഗ്ഗം. ആ ലെവലാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ മൈ ഫ്രണ്ട്സ്, ലവ് യു ആൾ, ടാറ്റാ.